എല്ലാ തെരഞ്ഞെടുപ്പുകളിലും താമരക്കാലമായിരിക്കും, താമരകൾ വിരിഞ്ഞുകൊണ്ടേയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത്രമാത്രം അനുഗ്രഹീതനായ ഒരു കലാകാരനും പൊതുപ്രവർത്തകനും സാമൂഹ്യ പ്രവർത്തകനും എല്ലാമായിട്ടുള്ള സുരേഷ് ഗോപിയിലൂടെയാണ് ഈ വിജയം നമുക്കിന്ന് സാധ്യതമായത്. ഞാൻ പ്രിയങ്കരനായ സുരേഷ് ഗോപിയെ കേരളത്തിലെ എല്ലാ NDA പ്രവർത്തകരെയും നാട്ടുകാരുടെയും ജനങ്ങളുടെയും പേരിൽ ഹാർദമായി ഭാരതീയ ജനതാ പാർട്ടി കാര്യാലയത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സുഹൃത്തുക്കളെ, ഈ തെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വലമായിട്ടുള്ള പ്രകടനമാണ് ദേശീയ ജനാധിപത്യ സഖ്യം കാഴ്ചവെച്ചിരിക്കുന്നത്. ഒരു സീറ്റിലാണ് വിജയിച്ചതെങ്കിലും 20% വോട്ട് നമ്മുടെ ചരിത്രത്തിൽ ആദ്യമായി ഭാരതീയ ജനതാ പാർട്ടി NDA കേരളത്തിൽ നേടിയിരിക്കും. സംസ്ഥാനത്ത് ഇത്രയധികം മുന്നണികളുടെ പേരിൽ ധ്രുവീകരിക്കപ്പെട്ടിരിക്കുന്ന LDF, UDF ധ്രുവീകരണം ശക്തമായിട്ടുള്ള പ്രബലമായ 2 മുന്നണികളോട് ഏറ്റുമുട്ടി നവാഗത മുന്നണിയായിട്ടുള്ള ദേശീയ ജനാധിപത്യ സഖ്യം 20% വോട്ട് നേടി എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല. കേരളത്തിൽ അത്യുജ്വലമായിട്ടുള്ള പ്രകടനമാണ് നമ്മുടെ എല്ലാ സ്ഥാനാർത്ഥികളും കാഴ്ചവെച്ചത്. തിരുവനന്തപുരത്ത് ശ്രീ രാജീവ് ചന്ദ്രശേഖർജി ഏതാനും ദിവസത്തെ പ്രവർത്തനം കൊണ്ട് ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തി വെറും 15,000 വോട്ടിന് ഇത്രയധികം അദ്ദേഹത്തെ പരാജയപ്പെടുത്താനുള്ള വലിയ ശ്രമങ്ങൾ UDF-ഉം LDF-ഉം ചേർന്ന് നടത്തിയിട്ടും അദ്ദേഹത്തിന് 15,000 വോട്ടിന്റെ കുറവിൽ മാത്രമാണ് പരാജയപ്പെടുത്താൻ സാധിച്ചത്. കഴിഞ്ഞ വർഷം 1.5 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ശശി തരൂരിനെ അക്ഷരാർത്ഥത്തിൽ വിറപ്പിച്ചുകൊണ്ടാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖർജിയുടെ പ്രകടനം ഉണ്ടായത്. ആറ്റിങ്ങൽ മണ്ഡലത്തിൽ മത്സരിച്ച നമ്മുടെ കേന്ദ്രമന്ത്രി മുൻ അധ്യക്ഷൻ ശ്രീ V മുരളീധരൻജി ആറ്റിങ്ങൽ മണ്ഡലത്തെ ഇതാദ്യമായി തിരുവനന്തപുരം മണ്ഡലത്തിന് തുല്യമായിട്ടുള്ള A+ മണ്ഡലമായിട്ട് മാറ്റിയിരിക്കുക. 15,000 വോട്ടിന്റെ വ്യത്യാസം മാത്രമാണ് ആറ്റിങ്ങലിൽ ഉണ്ടായത്. ആറ്റിങ്ങലിൽ ഇതാദ്യമായിട്ട് 2 അസംബ്ലി മണ്ഡലങ്ങളിൽ BJP ലീഡ് ചെയ്തിരിക്കുന്നു. നമ്മുടെ സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ നേട്ടങ്ങളിൽ ഒന്നാണ്. ആലപ്പുഴയിൽ മത്സരിച്ച നമ്മുടെ പ്രിയങ്കരിയായ സ്ഥാനാർത്ഥി ശ്രീ ശോഭാ സുരേന്ദ്രൻ 3 ലക്ഷത്തിലധികം വോട്ടുകൾ പിടിച്ചുകൊണ്ടാണ് ഉജ്ജ്വലമായിട്ടുള്ള മുന്നേറ്റം അവിടെ നടത്തിയിരിക്കുന്നത്. പത്തനംതിട്ടയിൽ അനിൽ ആന്റണി ആയാലും പാലക്കാട് കൃഷ്ണകുമാർ ആയാലും മത്സരിച്ച സ്ഥാനാർത്ഥികളെല്ലാം ഉജ്ജ്വലമായിട്ടുള്ള പ്രകടനമാണ് ഈ തെരഞ്ഞെടുപ്പിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. ശ്രീ സുരേഷ് ഗോപിയിലൂടെ പ്രിയങ്കരനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഈ വലിയ മുന്നേറ്റത്തിനുള്ള തറക്കല്ലിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. BJP ഒരു ഇത്രയും വലിയ കേരളത്തിന്റെ രാഷ്ട്രീയ പരിവർത്തനത്തിന് ഇനി കെട്ടിപ്പൊക്കാനുള്ള വലിയ പടവുകൾ കടന്നു കയറാനുള്ള ഒരു തറക്കല്ലാണ് ശ്രീ സുരേഷ് ഗോപിയിലൂടെ ഇവിടെ പാകിയിരിക്കുന്നത്. ഇനി ഇവിടുത്തെ BJP പ്രവർത്തകർക്ക് അതിനെ മുന്നോട്ട് നയിച്ച് കേരളത്തെ മുഴുവൻ കീഴടക്കുന്ന, ജനങ്ങളുടെ മനസ്സ് കീഴടക്കുന്ന ഒരു മാറ്റമായിട്ട് മാറും. ഞാൻ ഇന്ന് മറ്റ് കാര്യങ്ങളിലേക്ക് ഒന്നും പോകുന്നില്ല. സുരേഷ് ഗോപിയെ അഭിനന്ദിക്കാനും അദ്ദേഹത്തിന് സ്വീകരണം നൽകാനും വേണ്ടി മാത്രമുള്ള ലളിതമായ ഒരു ചടങ്ങാണ് ഇവിടെ.